ഇസ്രായേലിൻ്റെ ചോരയായിട്ടുള്ള ഡ്രൂസ് എന്ന് പറയുന്ന വംശജർക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ വെച്ച് പൊറിപ്പിക്കില്ല. സിറിയയിലാണ് ഇവർ ഏറ്റവും കൂടുതലുള്ളത്. ഇവർ ഇസ്ലാമിക മതം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിൽ ഇവർക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ അംഗീകരിച്ചിട്ടില്ല. ഈ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാം ഡ്രൂസിനെ അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാമിൽ തന്നെ അംഗീകരിക്കപ്പെട്ടതും അംഗീകരിക്കപ്പെടാത്തതുണ്ട്. സുന്നി മുസ്ലിംസ് ഉണ്ട്, ഷിയ മുസ്ലിംസ് ഉണ്ട്, അഹമ്മദിയ മുസ്ലിംസ് ഉണ്ട്, അങ്ങനെ പല ആൾക്കാരുമുണ്ട്. എന്തായാലും ഇസ്രായേൽ ഡ്രൂസിനെ ആരെങ്കിലും തൊട്ടാൽ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സിറിയയിൽ കയറി ഇസ്രായേൽ അറ്റാക്ക് നടത്തിയത്. ഇപ്പോഴിതാ വീണ്ടും സിറിയയിൽ ഇസ്രായേൽ വമ്പൻ അറ്റാക്ക് നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഗാസയ്ക്കൊപ്പം സിറിയയിലും ഇസ്രായേൽ ആക്രമണം ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് പോവുകയാണ്. ഇറാൻ ഇപ്പോൾ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ വളയുകയാണ് പല രാജ്യങ്ങളും എന്ന് നമുക്ക് മനസ്സിലാവും. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ 2 ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്ന് സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിനെയും മറ്റൊന്ന് സൈനിക ആസ്ഥാനത്തിനെയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. സിറിയയിൽ താമസിക്കുന്ന ഡ്രൂസ് ന്യൂനപക്ഷ സമൂഹത്തെ സംരക്ഷിക്കുന്നതിനാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ 41 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഈ ഡ്രൂസ് വംശജരുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യത്തിൽ ഇവർ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആകപ്പാടെ 8-10 ലക്ഷം പേരാണ് നിലവിൽ സിറിയയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ വലിയ കടമയായി മാറിയിരിക്കുകയാണ്. തെക്കൻ സിറിയൻ നഗരമായിട്ടുള്ള സ്വീഡയിൽ പ്രാദേശിക സുരക്ഷാ സേനയും ഡ്രൂസ് സമൂഹത്തിലെ പോരാളികളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ഇസ്രായേൽ സിറിയൻ സുരക്ഷാ സേനയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. ബെഡുയിൻ അറബികളിൽ നിന്നും പ്രാദേശിക സുരക്ഷാ സേനയിൽ നിന്നും ഡ്രൂസ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നതിനാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് ഇസ്രായേൽ പറയുന്നു. ഇതോടൊപ്പം ഡ്രൂസ് ന്യൂനപക്ഷത്തിനെതിരെയുള്ള ആക്രമണം തുടർന്നാൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സിറിയയ്ക്ക് മുന്നറിയിപ്പും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഡ്രൂസ് ന്യൂനപക്ഷ സമൂഹം മുസ്ലിങ്ങൾ, ജൂതന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്നിവരിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ളതാണ്. ജൂതന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്നിവരിൽ ഉൾപ്പെടുന്നില്ല. ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, മറ്റു മതങ്ങൾ എന്നിവരുടെ മിശ്രിതമായ ഒരു വിഭാഗമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നതെങ്കിലും ഇവരെ മുസ്ലിങ്ങളായി തന്നെയാണ് ചില രാജ്യങ്ങളെല്ലാം തന്നെ കാണുന്നത്. പക്ഷേ ഇവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ്. എന്തു തന്നെയായിരുന്നാലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡ്രൂസ് സമൂഹം പ്രധാനമായും സിറിയ, ലബനൻ, ജോർദാൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഡ്രൂസ് പോരാളികളും ബെഡുയിൻ സായുധ ഗ്രൂപ്പുകളും തമ്മിലുള്ള പോരാട്ടം തടയാൻ സർക്കാർ സൈന്യം നഗരത്തിൽ പ്രവേശിച്ചപ്പോഴാണ് സംഘർഷം ആരംഭിച്ചതെന്ന് സിറിയൻ സ്റ്റേറ്റ് മീഡിയ പറഞ്ഞു. പോരാട്ടം നിർത്താൻ പ്രവേശിച്ച സർക്കാർ സൈനികരുമായി ഡ്രൂസ് പോരാളികൾ യുദ്ധം ചെയ്തു. ഇരുവശത്തും വെടിനിർത്തൽ ധാരണയിലെത്തി. പക്ഷേ അത് ആവർത്തിച്ച് ലംഘിക്കപ്പെട്ടു. ഏകദേശം 1,50,000 ഡ്രൂസ് ആളുകൾ ഇസ്രായേലിൽ താമസിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്തായാലും ഇസ്രായേൽ പൗരത്വം അവർ നേടിയിട്ടുണ്ട്. അവർ ഇസ്രായേൽ സൈന്യത്തിലും സേവനമനുഷ്ഠിക്കുന്നു. സിറിയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനിടെ TV-യിൽ തത്സമയ വാർത്തകൾ നൽകിയിരുന്ന ഒരു അവതാരകൻ ആക്രമണത്തിൻ്റെ ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെടുന്ന വിഷ്വൽസും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഡ്രൂസ് പോരാളികളെ സിറിയൻ സർക്കാർ നിയമവിരുദ്ധരായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം ഡ്രൂസ് പോരാളികൾ ഞങ്ങളെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ഡ്രൂസ് ജനത പറയുന്നു. സ്വീഡയിൽ താമസിക്കുന്ന ഡ്രൂസ് ജനത പുതിയ ഇസ്ലാമിക സർക്കാരിൻ്റെ സൈന്യത്തെ ഒട്ടും വിശ്വസിക്കുന്നില്ല എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇവിടെ ഇടപെട്ടത് വളരെ നല്ലതായി എന്നാണ് അവർ വിചാരിക്കുന്നത്. ഔദ്യോഗികമായി ഈ സംഘർഷത്തിൽ 30 മരണങ്ങൾ നിലവിൽ കണക്കാക്കിയിട്ടുണ്ട്. യുദ്ധ നിരീക്ഷണാലയത്തിൻ്റെ കണക്കനുസരിച്ച് ബുധനാഴ്ച രാവിലെ വരെ സിറിയയിൽ 250-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 138 സൈനികർ, സുരക്ഷാ സേന, 5 സ്ത്രീകൾ, 4 കുട്ടികൾ എന്നിവർ ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.